43:10 നിങ്ങൾ എന്റെ സാക്ഷികളാണ്. എന്നെ അറിഞ്ഞ് വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ. ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അപ്പോൾ ഇളയ മോന് 2.5 വയസ്സായപ്പോൾ അവന് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ അത് കിഡ്നിയെ ബാധിച്ച് മൂത്രത്തിലൂടെ ഹൈ ലെവലിൽ പ്രോട്ടീൻ പോകുന്ന ഒരു അസുഖമാണ്. ഹൈ ഡോസിൽ സ്റ്റിറോയിഡ് തുടങ്ങി. അവന്റെ ബോഡി വെയിറ്റിന്റെ ഡബിൾ ഡോസിനാണ് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് ദിവസം ഈ 6 ആഴ്ചയോളം ഇത് ഡെയിലി ആയിട്ട് എടുത്തതിന് ശേഷം 1.5 എടുക്കാൻ തുടങ്ങി. ഉടനെ തന്നെ വീണ്ടും മൂത്രത്തിലൂടെ ഹെവി ആയിട്ട് വീണ്ടും പ്രോട്ടീൻ പോകാൻ ആരംഭിച്ചു. വീണ്ടും റിലാപ്സ് വരുന്നത് അത്ര സാധാരണമല്ല എന്ന് പറഞ്ഞു. എങ്കിലും ആദ്യമായിട്ട് റിലാപ്സ് വന്നതുകൊണ്ട് ഞങ്ങൾ മരുന്ന് വീണ്ടും കൂട്ടുമ്പോൾ കുറയുമെന്ന് ആശ്വസിച്ചു. അങ്ങനെ വീണ്ടും ഹൈ ഡോസ് സ്റ്റിറോയിഡ് എടുത്തു തുടങ്ങി. വീണ്ടും 10 ദിവസത്തിനകം അവന്റെ മൂത്രത്തിലെ പ്രോട്ടീന്റെ അളവ് സ്റ്റോപ്പ് ചെയ്യുകയും, എന്നാൽ ഈ ഹൈ ഡോസ് 25 മില്ലിഗ്രാം സ്റ്റിറോയിഡ് കൊടുത്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ അവന് ഒരു ചെറിയ ജലദോഷം വരികയും വീണ്ടും മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകാൻ തുടങ്ങി. പറഞ്ഞു, ഇത്രയും ഹൈ ഡോസ് സ്റ്റിറോയിഡ് കൊടുക്കുമ്പോൾ ഇത്ര അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതത്ര സാധാരണമല്ല. ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അതായത് പലപ്പോഴും അത് റീനൽ ഫെയിലിയറിലോട്ട് പോവാം. ട്രാൻസ്പ്ലാന്റ് ഒക്കെ വേണ്ടി വരുന്ന രീതിയിൽ ട്രീറ്റ്മെന്റ് അധികം ഇല്ലാത്ത രീതിയിലുള്ള ഒരു നെഫ്രോട്ടിക് സിൻഡ്രോമാണ്. സ്റ്റിറോയിഡിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് അവന്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് 4-5 കിലോ കൂടി. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആകാൻ തുടങ്ങി. BP കൂടാൻ തുടങ്ങി. അവന്റെ ഷുഗർ ലെവൽസും എല്ലാം കൂടാൻ തുടങ്ങി. ഹൈറ്റ് ഒട്ടും വെക്കുന്നില്ല. അതേ ഹൈറ്റ് തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും സൈഡ് എഫക്റ്റുകളെല്ലാം വരാൻ തുടങ്ങി. ഈ സ്റ്റിറോയിഡ് മാക്സിമം ഡോസിൽ വായിക്കൂടെ കൊടുത്തിട്ടും റെസ്പോൺസ് കാണിക്കാതെ അവനെ അഡ്മിറ്റ് ചെയ്ത് IV ആയിട്ട് സ്റ്റിറോയിഡ്സ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. BPയുടെ മെഡിക്കേഷനും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഈ ഹൈ ഡോസ് സ്റ്റിറോയിഡ് ഒന്നുകൂടി കുറയ്ക്കാൻ ശ്രമിച്ചു. വീണ്ടും റിലാപ്സായി. 5 പ്രാവശ്യമായി ഈ 4.5 മാസത്തിന്റെ ഇടയ്ക്ക്. കഴിഞ്ഞ 2024 ഏപ്രിലാണ് അസുഖം തുടങ്ങിയത്. 2024 ഓഗസ്റ്റ് ആദ്യമായപ്പോഴേക്കും 5 പ്രാവശ്യമായി. അവന്റെ ഏകദേശം ഡെയിലി സ്റ്റിറോയിഡ്സ് കൊടുക്കുന്ന കാരണം സ്റ്റിറോയിഡിൻ്റെതായ എല്ലാ സൈഡ് എഫക്റ്റുമായി മോന്. ഇനി എന്ത് ചെയ്യുന്നറിയാതെ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം പോയി. ആ സമയത്ത് മോനെ നഷ്ടപ്പെട്ടു പോകുന്ന പോലും ഞങ്ങൾ വിഷമിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 15 മാതാവിന്റെ സ്വകാരോപണ തിരുനാളിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. മാതാവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ആ ദിവസം തൊട്ട് തന്നെ സ്റ്റിറോയിഡിന്റെ ഡോസ് കുറയ്ക്കാൻ തുടങ്ങി. മാതാവിന്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ അവൻ റിലാപ്സ് വന്നിട്ടില്ല. ഡോസ് കുറച്ച് നവംബർ ആദ്യത്തോടെ സ്റ്റിറോയിഡ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. വേറെ ഒരു സെക്കൻഡ് ലൈൻ മരുന്നും പിന്നെ എടുത്തിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് അവന് ഒരു മരുന്നും ഇല്ലാതെ അവന്റെ അസുഖം പൂർണ്ണമായിട്ടും പിന്നെ സുഖമായി. BPയുടെ മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു, അത് സ്റ്റോപ്പ് ചെയ്തു. അവന്റെ വെയിറ്റ് കുറഞ്ഞു, 13 കിലോയിലേക്ക് തിരിച്ചെത്തി. അവന്റെ ഹൈപ്പർ ആക്ടിവിറ്റി മാറി. അവന് ഹൈറ്റ് വെക്കാൻ തുടങ്ങി. അതുവരെ 2.5 വയസ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. 88 സെന്റിമീറ്ററിൽ അവൻ 96-97 സെന്റിമീറ്ററിലേക്ക് ഉയർന്നു. നീളം കൂടി. അവന്റെ വെയിറ്റ് കുറഞ്ഞു. എല്ലാം അവന്റെ സ്റ്റിറോയിഡ് റിലേറ്റഡ് ആയിട്ട് വന്ന എല്ലാ സൈഡ് എഫക്ട്സും തന്നെ മാറി. 9 മാസത്തിൽ പിന്നെ ഒരു മരുന്നും അവന് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതാവും തിരുക്കുമാരൻ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു.